ഇപ്പോൾ നമ്മൾ പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ച് SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. ശേഷം പോലീസുമായി നേരിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങളും കൂടി ഉണ്ടായതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. പാലക്കാട് SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായത്. ബാരിക്കേഡിന് മുകളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പോലീസുമായി ബലാബലമുണ്ടായി. കൊല്ലത്തും പാലക്കാട്ടും പോലീസിന് നേരെ പ്രതിഷേധമുണ്ടാവുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. നേരത്തെ കൊല്ലത്ത് ഈ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് അതിക്രമത്തിന്റെ പേരിൽ സസ്പെൻഷനിൽ കഴിയുന്ന സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാർച്ചിനായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ കയറാൻ ശ്രമിച്ചതോടുകൂടി പോലീസ് ജലപീരങ്കിയെ പ്രയോഗിച്ചു. സ്ക്രീനിൽ രണ്ടിടങ്ങളിലായി നമുക്ക് പാലക്കാട്ടെയും കൊല്ലത്തെയും ദൃശ്യങ്ങൾ കാണാം. കൊല്ലത്ത് പോലീസിന് നേരെ മുട്ട എറിഞ്ഞ സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ണൻ നായർ. ഗോകുൽ VS വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകുന്നു. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലാണ് പോലീസ് അതിക്രമങ്ങൾക്ക് നേരെ. തീർച്ചയായും ഇപ്പോൾ പാലക്കാട് SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. ഈ കുന്നംകുളത്തെയും അതോടൊപ്പം തന്നെ പീച്ചിയിലെയും പിന്നീട് വിവിധ സ്ഥലങ്ങളിലെ ഇത്തരത്തിലുള്ള പോലീസ് അതിക്രമത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാകുന്നത്. ബാരിക്കേഡ് SP ഓഫീസിന് മുന്നിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മാറ്റാനുള്ള ശ്രമമാണ്. അതിനിടയിൽ പോലീസുമായി ഉന്തും തള്ളും നടക്കുന്നുണ്ട്. ഇതിനിടെ 2 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇവിടെ കൂടി നിന്ന് ഇത്തരത്തിൽ തന്നെ പ്രതിഷേധിക്കുകയാണ്. ബാരിക്കേഡ് മറക്കാനുള്ള അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു ശ്രമം കൂടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. അവർ ഒരു ഭാഗത്ത് പോലീസുമായി ഉന്തും തള്ളുമുണ്ട്. അതോടൊപ്പം തന്നെ കയറഴിച്ച് ഈ ബാരിക്കേഡ് മാറ്റാനുള്ള ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ആയി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പ്രവർത്തകർ. ഒരു വശത്ത് ഈ കയറഴിച്ച് ഈ ബാരിക്കേഡ് നീക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് പാലക്കാട് SP ഓഫീസിലേക്ക് നടക്കുന്നത്. ഈ വിഷയങ്ങളിൽ പോലീസ് അതിക്രമങ്ങളിൽ ശക്തമായ നടപടി വേണം, ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മാർച്ച് പാലക്കാട് SP ഓഫീസിലേക്ക് നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ഈ കയർ അഴിച്ച് ബാരിക്കേഡ് മറികടക്കാൻ അല്ലെങ്കിൽ ബാരിക്കേഡ് മാറ്റാൻ ശ്രമം നടക്കുന്നുണ്ട്. പോലീസ് അതിനെ തടയുന്നുണ്ട്. ഏതായാലും 2 തവണ ഇപ്പോൾ പോലീസ് ജലപീരങ്കി നടന്നു കഴിഞ്ഞു. അവിടെയും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുകയാണ്. കണ്ണൻ, ബാരിക്കേഡൊക്കെ മറിച്ചിടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മാധു, സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്പസമയം മുമ്പാണ് അബിൻ വർക്കി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പ്രവർത്തകർ വീണ്ടും പ്രകോപനപരമായി നീങ്ങുകയായിരുന്നു. പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ബാരിക്കേഡുകൾ തകർക്കുകയാണ്. 2 ലെയറായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വരി ഇപ്പോൾ പ്രവർത്തകർ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആൾക്കാർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പോലീസിന് നേരെ അടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. 2 പ്രവർത്തകർ ഈ ബാരിക്കേഡ് ചാടിക്കടന്ന് പോലീസിന്റെ അടുക്കലേക്ക് എത്തി. ഈ കൊടി കെട്ടിക്കൊണ്ടുവന്ന തടിക്കഷ്ണങ്ങൾ പോലീസിന് നേരെ എറിഞ്ഞു. കൊണ്ടുവന്ന മുട്ട പോലീസുകാർക്ക് നേരെ എറിയുന്നൊരു സാഹചര്യം ഉണ്ടായി. സന്ദീപാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചതെന്നാണ് മർദ്ദനമേറ്റ സുജിത്തിന്റെ ഒരു ആരോപണം. ആ ഒരു കാര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രകോപനത്തിലേക്ക് പ്രവർത്തകർ നീങ്ങുകയാണ്. ആ ബാരിക്കേഡ് ഒരു നിര ബാരിക്കേഡ് പൂർണ്ണമായും അവർ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ബാരിക്കേഡ് തകർക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.